if I lay down and I play dead and I stay dead, എന്താ ഒറ്റക്കായി എന്നെ പോലെ തന്നെ ഒക്കെ തീരദേശ റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. വെൽക്കം ടു മഹാരാഷ്ട്ര. ഹലോ ഗൈസ്, വിജയ് ലോക ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇതാ കേരള ടു ലഡാക്കിൻ്റെ 4ാമത്തെ ദിവസം രാവിലെ. ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ മഡ്ഗോണിലെത്തി, ഗോവയിൽ മഡ്ഗോണിലെത്തി, റൂം എടുക്കേണ്ടി വന്നു. അങ്ങനെ റൂം എടുത്തു, അങ്ങനെ നന്നായിട്ടൊന്ന് ഉറങ്ങി. പക്ഷേ ഉറങ്ങുമ്പോഴേക്കും 1 മണിയായി. കാരണം ഇവിടെ റൂം എടുത്ത് സെറ്റാകുമ്പോൾ തന്നെ 11:30 ആയി. പിന്നെ കുളിച്ച് സെറ്റായി ഒരു ഏകദേശം 1 മണിയായി ഉറങ്ങാം. പക്ഷേ ഒരു 9:15 വരെ ഉറങ്ങി, കുഴപ്പമില്ലാതൊക്കെ ഉറങ്ങി. പിന്നെ ഇനിയിപ്പോൾ ഇതാ സമയം ഇപ്പോൾ 10 മണിയായി. 11 മണിക്കാണ് ചെക്കൗട്ട്. 1 മണിക്കൂർ കൂടിയുണ്ട്. അപ്പോൾ ബാഗൊക്കെ ഒന്ന് സെറ്റാക്കി. അതിനിടയ്ക്ക് പുറത്ത് നല്ല മഴ പെയ്തു കേട്ടോ. ഗോവയിൽ മഴ തന്നെയാണ്, നമ്മളെ അവിടെയും മഴയാണ്. ഇവിടെ ഇപ്പോൾ നല്ലൊരു മഴ ഇപ്പോൾ പെയ്തു, ചെറുതായിട്ട് ഇപ്പോൾ ചാർന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തം പാക്ക് ചെയ്യുക. പിന്നെ ചെറിയ രീതിയിലുള്ള സ്നാക്സൊക്കെ ബാഗിലുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കഴിക്കുക. 10 മണിയായല്ലോ, അതൊന്ന് കഴിക്കുക. അപ്പോൾ മൊത്തം പാക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങുക. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗോവയിലാണല്ലോ ഉള്ളത്, ഇപ്പോൾ പനാജി റൂട്ടിനാണ് പോകേണ്ടത്. അപ്പോൾ ആ റൂട്ടിന് പോകുന്ന വഴിക്ക് വല്ല ബീച്ചോ അല്ലെങ്കിൽ ഞങ്ങൾ നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ ഗോവ ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത്. പോകുന്ന വഴി അല്ല, വല്ലാതെ തിരഞ്ഞു പിടിച്ച് നമ്മൾ മൊത്തത്തിൽ എവിടെയും പോകുന്നില്ല. ഗോവയിൽ കുറേ ബീച്ചുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് കുറച്ച് നേരം ഗോവയിൽ സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ട്രാവൽ കുറച്ച് കുറയും, എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം. ലഗേജൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടാ. ഓക്കെ, പോവാ. അപ്പോൾ അതാ പനാജി റൂട്ട്, ഈ റൂട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ തുടങ്ങാം. ഗോവയിൽ നല്ല തിരക്കാണ് കേട്ടോ, നല്ല തിരക്കുണ്ട്. ഇപ്പം മഴ ആ ഒരു സമയമാണെങ്കിൽ അത്ര വലിയ സീസൺ ടൈമല്ല, നമ്മുടെ സമ്മർ വെക്കേഷനോ അങ്ങനെ നല്ല. എന്നാലും ഗോവയിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കേ, അതങ്ങനെ പോകുമ്പോൾ കണ്ടതാണ്. ഓക്കേ, അന്തരീക്ഷത്തിൻ്റെ മട്ടും ഭാവവും മാറുന്നത് കണ്ടോ? അതെ, മിക്കവാറും മഴ പെയ്യും. മിക്കവാറും മഴ പെയ്യും. അല്ല, ഇവിടെയും മഴയുണ്ട് കേട്ടോ. നമ്മളെ കേരളത്തിലാണെങ്കിലും നല്ല മഴയെന്നാണ് കേട്ടത്. കേരളത്തിൽ നിർത്താതെ പെയ്യാന്നൊക്കെ കേട്ടിരുന്നു. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇവിടെയുണ്ട്, കർണാടകയിലും അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയുണ്ട് അത്യാവശ്യം മഴയുണ്ട്. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ കണ്ടറിയാം. അവിടെ ദൂരെയായിട്ട് വലിയൊരു പാലം കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ പാലം ഒന്ന് കാണാം. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, നോക്കി നോക്കാം. കൊള്ളാലോ.
മഴ ചാറുന്ന കണ്ടപ്പോൾ കോട്ടൊക്കെ കോട്ട ഇട്ടിപ്പോൾ മഴ പോയി. അതാണ് മഴയുടെ അവസ്ഥ. നല്ല കാറ്റുണ്ട്. ഇനി പനാജിക്ക് 15 കിലോമീറ്റർ അല്ല 15 കിലോമീറ്റർ ഇല്ല തോന്നുന്നു, 15 മിനിറ്റ് തോന്നുന്നു. അപ്പം നേരത്തെ ഒരു ടീം എത്ര ദിവസം പിടിക്കും എന്നൊക്കെ ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ സൈക്കിളിലൊക്കെ പോണവരില്ലല്ലേ അവരൊക്കെ പോയി സമ്മതിച്ചു പോയി. കേരളത്തിൽ നിന്ന് ലഡാക്കിലേക്ക് സൈക്കിളിൽ പോയവരൊക്കെ ഉണ്ടാവില്ലേ, പോയി വന്ന് അത് മാസങ്ങൾ പിടിക്കും. മാസങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നല്ല ടൈം പിടിക്കും, ചിലപ്പോൾ 1 വർഷം ആവുമായിരിക്കും. അങ്ങോട്ട് പോകുന്ന പോലെ തന്നെയാണ് ഇങ്ങോട്ട് വരുന്ന റിസ്ക്കും. എല്ലാവരും കേരള ടു ലഡാക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുക എന്നുള്ളതേ നോട്ട് ചെയ്യുന്നുള്ളൂ. കേരളത്തിൽ നിന്ന് ലഡാക്കിലേക്ക് പോകുന്നു എന്ന കാര്യം നോട്ട് ചെയ്യുന്നുള്ളൂ. കാണുന്നവരാണെങ്കിലും പറയുമ്പോൾ കേൾക്കുമ്പോൾ കേരള ടു ലഡാക്ക്, കേരളത്തിൽ നിന്ന് ലഡാക്കിൽ പോവുക. പക്ഷെ അവിടെ എത്തിയാലും നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണ്ടേ, അതേ റിസ്ക് തന്നെയാണ് ഇങ്ങോട്ടും. അതാണ് സെയിം റിസ്ക് തന്നെയാണ്. ഗോവ വന്നതല്ലേ, അപ്പോൾ ഒരു ബീച്ചിൻ്റെ അടുത്തെങ്കിലും പോകണ്ടേ. ഞാനങ്ങനെ ഗൂഗിൾ മാപ്പ് വെച്ച് തന്നത് ഇതെന്താണ്, കാൻഡോലിയൻ ബീച്ച് ഗോവ. കുഴപ്പമില്ല, അത്ര വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ ഇവിടെ നീന്തി കുളിക്കാനൊന്നും അലൗഡ് അല്ല, അതിനൊക്കെ കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. സെക്യൂരിറ്റിക്കാരൊക്കെ ഉണ്ട്. തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കാൻഡോലിയൻ ബീച്ച്. കുഴപ്പമില്ല, നമ്മുടെ കൊൽവ ബീച്ചിൻ്റെ അത്ര പോരാ. ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുക. ഇവിടെ നല്ല മഴക്കാറ് ഇതൊക്കെ. നമ്മൾ കൊൽവ ബീച്ചിൽ പോയത് പണ്ട് ഫ്രണ്ട്സൊക്കെ താജ്മഹൽ പോകാൻ പ്ലാൻ ഇട്ടപ്പോൾ ഗോവയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങി ഒരു ബീച്ച് കണ്ട് പോകാന്നുള്ളത് കൊൽവ ബീച്ച്. അത് പിന്നെയും കുഴപ്പമില്ല. ഇവിടെ അങ്ങനെ വലിയ ഒരുപാട് സ്റ്റാളുകളുണ്ട്, ഓരോ ചെറിയ കുടിക്കാനുള്ളതും പിന്നെ ടോയ്സും ഡ്രസ്സുകളൊക്കെ അടങ്ങിയ അങ്ങനത്തെ സ്റ്റാളില്ലാതെ മറ്റിടത്തൊക്കെ പിന്നെ ക്ലബ്ബുകളാണ്, ഓരോ ഫുഡിൻ്റെ അതിൻ്റെ ഒക്കെ ആയിട്ട്. കൊൽവ ബീച്ച് അവിടുത്തെ മണൽ വൈറ്റാണ്, വേറെ ഒരു പുട്ടുകൂടി പോലത്തെ മണലാണ് അവിടുത്തെ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മൂവ് ആവാം. മഴ ചാറുന്നുണ്ടോ? അങ്ങനെ ഗോവയിൽ നിന്ന് ആ ഒരു ലൊക്കേഷനിൽ നിന്ന് ഗോവയിൽ ഇപ്പോൾ ചുറ്റിയടിക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതല്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നെ ഒരു ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ആ ഒരു ബീച്ചിൽ പോയത്. പിന്നെ അവിടെ ആകെ തിരക്കാണ്. നമ്മൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടന്ന്, പിന്നെ മദ്യപാനികളൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ അടിപൊളിയാണ് അവിടെ. പിന്നെ ഇനിയിപ്പോൾ ഇവനില്ലേ ഇപ്പം ആ റോഡിൻ്റെ സെൻറ്ററിൽ നിൽക്കുകയായിരുന്നു ഞാൻ. വണ്ടികളാണെങ്കിലും ചീറി പായുണ്ട്, ചിലരൊക്കെ ബ്രേക്ക് പിടിച്ചിട്ട് കട്ട് ചെയ്ത് പോകുന്നുണ്ട് മേലിൽ കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാനിവിടെ നിന്നിട്ട് അവനെ വിളിച്ച് അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വല്ല വണ്ടി ലോറിയും കയറി ഇറങ്ങും. ഇന്ന് മഹാരാഷ്ട്രയിലേക്ക് കടക്കണം. അപ്പോൾ യാത്ര കുറച്ചുകൂടി ഹെവി ആയി വരികയാണ്. കാരണം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഒരു മടുപ്പോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ യാത്ര കൂടുതൽ ഹെവി ആയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇതാ ഇവിടെ നമുക്ക് അവനെ എൻ്റെ കയ്യിൽ പേടിയുള്ളത് ഇണക്കുള്ള നായല്ല. കിട്ടി. പേടിയുണ്ട്, എല്ലാവരും ഓടിക്കുന്നുണ്ടാവേ. അതൊക്കെ കഴിഞ്ഞ് ഇനി എന്തെങ്കിലും വാങ്ങി വയ്ക്കണം. ഒരു മിച്ചറും ബേക്കറി ഉണ്ട് ബാഗിൻ്റെ ഉള്ളിൽ. ഇരുത്തുമായോ? അത് തന്നെ ഉള്ളു കഴിഞ്ഞ്. പിന്നെ അടുത്ത് എന്തെങ്കിലും വാങ്ങി ബാഗിൽ വെക്കണം.
ഇവനിപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് പാക്കറ്റ് കൊടുത്തിട്ടാ അത് മൊത്തം തിന്ന് ആ റോഡ് സൈഡിൽ നിന്ന് ഒരാൾ വന്നിട്ട് എന്നിട്ടിപ്പോൾ അതാ വീണ്ടും എൻ്റെ വണ്ടി അടുത്ത് വന്നിക്കണം. ഇനി എന്താണ്, ആകെ ഒരു ചെറിയൊരു വയറല്ലേ ഉള്ളൂ. അതിപ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഞാൻ തന്ന നുറുക്കൊക്കെ കൂടി നിറഞ്ഞില്ലേ. ഇനി എന്താണീ, ആകെ ചെറിയൊരു വയറുണ്ട്. ശരി എന്നാ പോയിരുന്നോ, അതിൻ്റെ മേലെ ഇരുന്നോ, ഇവിടെ മേലെ ഇരുന്നോ, പോവാ. എന്താ ഒറ്റക്കായി എന്നെ പോലെ തന്നെ, പോട്ടെ പോട്ടെ, പോവാ പോവാ പോവാ. മഴക്കുള്ള തട്ടിക്കൂട്ടുണ്ട്. ഇത് പണ്ടാരണ്ട് പറഞ്ഞ പോലെ ഞാൻ പിന്നെ ഇത് കോട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴേ ചൂടാണേ, ജാക്കറ്റും ഇതൊക്കെ ഉള്ളതല്ലേ. മഴ ഇല്ലാത്തപ്പോൾ പിന്നെ കോട്ട് ഊരി വയ്ക്കുകയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ട് പോലെ. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ഒരു പാലത്തിൻ്റെ മേലെ കൂടെ വെൽക്കം ടു മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലേക്ക് കടന്നു ഗോവയിൽ നിന്ന്. അവിടെ വലിയൊരു കവാടമായിരുന്നു, വെൽക്കം ടു മഹാരാഷ്ട്ര. പിന്നെ ഇതിങ്ങനെ അതിർത്തി അങ്ങനെ പോയി ശരിക്കും മഹാരാഷ്ട്രയിലേക്ക് വീണ്ടും ചാടും. അതതിന് മൊത്തമായിട്ട് ചാടിയാണാവോ. അപ്പോൾ അതിന് ശേഷം നല്ലൊരു മഴ പെയ്തിട്ടാ. പിന്നെ ഞാൻ കോട്ടൊക്കെ എടുത്തിട്ട് പിന്നെ അങ്ങനെ മൂവായി. നല്ലൊരു മഴ പെയ്ത്. സമയം എത്രയായി? 5:50, അതായത് 6 മണിയാവാറായി. ഇന്നത്തെ ഇപ്പം നൈറ്റ് ഇപ്പോൾ എവിടെ എങ്ങനെയെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എവിടെ എത്തുന്നോ അവിടെ. ഇപ്പം പമ്പിൽ ഇപ്പോൾ ടെൻ്റ് അടിക്കാനും പണിയാണ്, കാരണം മഴയല്ലേ. അപ്പോൾ അടി വെള്ളമാവുമല്ലോ. മേലേക്ക് ടെൻറ്റ് വാട്ടർ പ്രൂഫാണ്, മേലെ അങ്ങനെ ഉള്ളു. പക്ഷെ അടിയിലത്തെ വെള്ളം, അടിയിലത്തെ തുണി ഈ സൈഡിലുള്ള ക്വാളിറ്റി അല്ല. അപ്പം എന്തായാലും വെള്ളമാവും. അതാണ്. അല്ലെങ്കിൽ വല്ല അമ്പലങ്ങളോ ഒക്കെ നോക്കി നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് 4ാമത്തെ ദിവസമാണ്. പക്ഷെ 1ാമത്തെ ദിവസത്തെ വീഡിയോ ഞാൻ ഇന്നലെ ഇടണമെന്നാണ് വിചാരിച്ചു. പക്ഷെ ഇന്നലെ നടന്നില്ല. ഇന്നലെ ഞാൻ ആ കർണാടകയിൽ നിന്ന് ഗോവ വരെയുള്ള റോഡിൽ ലേറ്റായി, നൈറ്റ് നല്ല ടയേർഡായി. ഇതിപ്പോൾ ഇന്നിപ്പോൾ എന്തെങ്കിലും സെറ്റാക്കണം, വല്ലാതെ നൈറ്റൊന്നും ആവാതെ. ഇപ്പം എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിയാൽ അടിപൊളിയാണ്. നമുക്ക് മഴ കൊള്ളാതെ നോക്കണം. ഗോവ ചെറിയൊരു സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് അത് പെട്ടെന്ന് തീർന്നത്. പക്ഷേ അതുപോലെയല്ല ഇപ്പോൾ കർണാടകയാണെങ്കിലും അത് കഴിയാൻ ഒരു ടൈം എടുത്ത്. ഗോവ ചെറുതല്ലേ. ഇനിയിപ്പോൾ ഈ മഹാരാഷ്ട്രയാണ്. ഒക്കെ തീരദേശ റൂട്ടിൽ കൂടിയാണ് പോകുന്നത്. സൂറത്ത് വഴിയാവും പോകുന്നുണ്ടാവും. ഇനി അടുത്തത് ഉള്ള ഒരു ലൊക്കേഷൻ കൂടൽ, അങ്ങനെ ലൊക്കേഷൻ തന്നെ തോന്നും. ഞാനിപ്പോൾ അങ്ങനെ ലൊക്കേഷൻ വെച്ച് നോക്കണില്ല. ഇപ്പോൾ ഈ പോകുന്ന വഴി തന്നെ സേഫായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ സ്റ്റേ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ്. പിന്നെ മഴയുണ്ട്, എല്ലായിടത്തും നല്ല മഴയൊക്കെ തന്നെയാണ്. എന്താ കാലാവസ്ഥ അല്ലേ. നല്ല വൈകുന്നേരമായി. വൈകുന്നേരമായി. നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലം കിട്ടിയാൽ നന്നായിരുന്നു. അങ്ങനെ കുറേ ദൂരത്തെ ഡ്രൈവിങ്ങിന് ശേഷം മഹാരാഷ്ട്രയിൽ കുറേ ദൂരം ചെന്ന് സിന്ധുദുർഗ് ജില്ലയിലാണ് തോന്നുന്നത്. അത് അവിടുന്ന് കുറച്ചങ്ങോട്ട് വന്നിട്ട് ഒരു 8 മണി 8:30 ആകുമ്പോഴേക്കും പൊരിഞ്ഞ മഴയായിരുന്നു. പിന്നെ പെട്രോൾ പമ്പൊക്കെ നോക്കുമ്പോൾ ആകെ അവിടെ നമുക്ക് അങ്ങനെ ടെൻ്റ് അടിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനത്തെ അവസ്ഥയാണ്. പിന്നെ കുറേ ഞാൻ നോക്കി, ചെറിയ റോഡ് സൈഡിലാണെങ്കിൽ കടകൾ പോലെ അങ്ങനെയാണ്. പക്ഷേ ഈ മഴയും സീനൊക്കെ ആയ കാരണം ഞാൻ പിന്നെ ഇന്നും റൂം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ റൂമൊക്കെ നോക്കി, നമ്മുടെ ബഡ്ജറ്റിനൊത്ത ഒരു റൂം ഇങ്ങനെ നോക്കി ലാസ്റ്റ് ഒരു 800 രൂപയ്ക്ക് നമുക്കൊരു റൂം കിട്ടി. 800 രൂപയ്ക്ക് ശരിക്കും കിട്ടില്ല ഇന്നത്തെ കാലത്ത്. 1000, 1500, 1000 തന്നെ കിട്ടി. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്കൊരു 800 രൂപയ്ക്കൊരു റൂം കിട്ടി. അങ്ങനെ അവിടെയാണ് ഇപ്പോൾ വന്നൊന്ന് സെറ്റായി. ഇനിയിപ്പോൾ ഒരു 8, 9 മണി ആവുന്നേ ഉള്ളൂ. അല്ല 8, 8:30 ആകുമ്പോൾ എത്തി. ഒരു 9, 9:30 ആവാറായി. അപ്പോൾ ഇനിയിപ്പോൾ എഡിറ്റിങ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനാണെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച്. നാളെ എന്തായാലും 11 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ യാത്ര. കാരണം നമുക്ക് എഡിറ്റിങ് കുറച്ച് പെൻഡിങ് ഉണ്ട്.
ഒന്നാമത്തെ ദിവസത്തെ വീഡിയോ ഇട്ടിട്ടില്ല, അതിപ്പോൾ 4ാമത്തെ ദിവസം ഇതായി. അപ്പോൾ അടുപ്പിച്ച് വീഡിയോ ഇടണം, നമ്മളതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നാളത്തെ യാത്രാ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം. പുറത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ബൈ.